പലപ്പോഴും അമ്പലത്തിലും പള്ളികളിലും എല്ലാം പോയിട്ട് ചരട് വാങ്ങി കഴുത്തിലും അരയിലും കയ്യിലും എല്ലാം കെട്ടുന്നവരുണ്ട്. കൊച്ചു കുട്ടികൾക്ക് അരഞ്ഞാണത്തിന് പകരം അരയില് ഇത്തരത്തിൽ ചരട് കെട്ടി നൽകുന്നവരുണ്ട്. എന്നാൽ ഇവർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ ചരട് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ നൂലുകൾ ഉപയോഗിച്ചാണ്. ഈ നൂലുകൾ ഉപയോഗിച്ചാണ് ഉടുപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ ശരീരത്തിൽ ഒരു ഉടുപ്പ് അണിഞ്ഞതിന് ശേഷം അത് ഉപയോഗിച്ച് വെയിലത്തും മഴയത്തും പോകുന്നു. ദിവസവും നമ്മൾ ഇത് അണിഞ്ഞുകൊണ്ട് തന്നെ കുളിക്കുന്നു. അത് പ്രത്യേകിച്ച് തുടയ്ക്കുന്നില്ല. ഒരാഴ്ച കഴിയുമ്പോൾ ആ ഉടുപ്പിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? പൂപ്പലും ഫംഗസും ബാക്ടീരിയകളും നിറഞ്ഞ് വല്ലാത്തൊരു ഗന്ധവും നിറയെ ബാക്ടീരിയകളായി ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഉടുപ്പ് എത്തിയിരിക്കും. അതേപോലെയാണ് നിങ്ങൾ വാങ്ങിക്കെട്ടുന്ന ഈ ചരട്. നൂലുകൾ കൊണ്ടുണ്ടാക്കുന്ന ഈ ചരടിനകത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള വിയർപ്പ്, ശരീരത്തിലുള്ള ഈ ഇളകുന്ന കോശങ്ങൾ, പുറത്തുള്ള പൊടിപടലങ്ങൾ, ഇവയോടൊപ്പം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് വരുന്ന വെള്ളം, ഇതെല്ലാം കൂടി ചേർന്ന് ബാക്ടീരിയയും ഫംഗസും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ചരടിനകത്തുള്ളത്. പലപ്പോഴും ഈ ചരട് കെട്ടുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വെളുപ്പ് നിറത്തിൽ ഫംഗസ് പൂപ്പൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് വരുന്നതാണ്. പലപ്പോഴും ഈ ഭാഗത്ത് ചൊറിച്ചിലോ അലർജിയോ വരികയാണെങ്കിൽ വില്ലൻ അന്വേഷിച്ച് പുറത്ത് പോകേണ്ടതില്ല. ഈ ചരട് തന്നെയായിരിക്കും യഥാർത്ഥ വില്ലനുള്ളത്. അതുകൊണ്ട് കഴിയുന്നത്ര ഇത്തരത്തിൽ നൂലുകൾ കൊണ്ടുള്ള ചരടുകൾ വാങ്ങി ഒരുപാട് നാൾ ശരീരത്തിൽ കെട്ടരുത്. ആരോഗ്യകരമല്ല.